അപ്പ മനോരമ പത്രത്തിന്റെ ഒരു 2 വരി ഇങ്ങനെ കൈവച്ചിങ്ങനെ വരയിട്ട് കാണിച്ചു. അത് എന്ന് പറഞ്ഞാൽ CBI അപ്പയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു. അപ്പയ്ക്കപ്പം സംസാരിക്കാൻ പാടില്ല. ഇങ്ങനെ വിരൽ വെച്ച് ഇങ്ങനെ കാണിച്ചു. നേരത്തെ പറഞ്ഞ പോലെ UDFന് വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കൊണ്ട് നമ്മുടെ നാടിൻ്റെ പത്തനാപുരത്തുകാർക്കും ആ നാടിൻ്റെ ഭാഗമാണ്. അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു. വികസനം എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. വികസനം ആർക്കൊക്കെയാണ് ഉള്ളത്, നാട്ടുകാർക്കുണ്ടോ അതോ മറ്റാർക്കൊക്കെയാണ് ലഭിക്കുന്നതെന്ന് നാം ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു ഇലക്ഷനാണ്. ജനങ്ങൾ മാറിക്കുത്താനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മുടെ ഈ ഇലക്ഷൻ. നമ്മുടെ കാൻഡിഡേറ്റ് ശ്രീ ജ്യോതികുമാർ ചാമക്കാലയെ പറ്റി പറയുകയാണെങ്കിൽ, ചേട്ടൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ നിന്ന് പ്രവർത്തിച്ച് ഇവിടെ വീട്ടിലെ ഓരോ അംഗമായി മാറിയിരിക്കുകയാണ്. എല്ലാവരുടെ ആവശ്യങ്ങൾക്കും അദ്ദേഹം ഓടിയെത്തി അതൊക്കെ നടത്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് ആരംഭിച്ച് പ്രചരണത്തിന്റെ ആദ്യത്തെ മണ്ഡലം ഇതായി തന്നെ തിരഞ്ഞെടുത്തത്. പിന്നെ അപ്പയായിരുന്നു എല്ലാ വർഷവും 140 മണ്ഡലങ്ങളിലും ഓടിയെത്തുകയായിരുന്നു. ഒരിക്കലും നമുക്കത് കവർ ചെയ്തെടുക്കാൻ സാധിക്കത്തില്ലെങ്കിലും ഞങ്ങളുടെ അപ്പയുടെ കുടുംബം എന്ന രീതിയിൽ ചാണ്ടിക്ക് പുതുപ്പള്ളിയിൽ നിന്ന് മാറാൻ, അല്ലെങ്കിൽ ചാണ്ടി എല്ലായിടത്തും ഓടുന്ന ആളാണ്, എല്ലാ ജില്ലയിലും ഓടുന്ന ആളാണ്. ഇപ്രാവശ്യം ചാണ്ടിക്ക് പുതുപ്പള്ളിയിൽ നിന്ന് മാറാൻ, കാൻഡിഡേറ്റ് എന്ന രീതിയിൽ മാറാൻ സാധിക്കാത്തത് കൊണ്ട് ബാക്കി ഞങ്ങൾക്ക് കുടുംബാംഗങ്ങൾ ഓരോരുത്തരും UDFന്റെ ഓരോ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ടാകാവുന്ന വിധം എല്ലാം ചെയ്യണം. അത് അപ്പയ്ക്ക് ഏറ്റവും സന്തോഷമാകുന്ന ഒരു കാര്യമാണെന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഞാൻ എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു, മാപ്പ് കൊടുക്കുന്നു. അപ്പ ഏറ്റവും കൂടുതൽ ദുരാരോപണം കേട്ട ഒരു മണ്ഡലം അതിൻ്റെ ആസ്ഥാനവും പത്തനാപുരം തന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പത്തനാപുരം തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ അതിലെന്തെങ്കിലും എന്തെങ്കിലും സന്ദേശം നൽകാറുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ വന്നത് ചേട്ടന്റെ ഒരു 5 വർഷത്തെ ഏതൊരു വ്യക്തിയാണെങ്കിലും ഇത്രയും കഠിനാധ്വാനം ചെയ്തു കഴിയുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യണം. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ 5 വർഷവും കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം തോറ്റുപോയി. അതിനുശേഷം ഇവിടെ നിന്ന് ഇവിടുത്തെ ഓരോ അംഗമാകാൻ ശ്രമിച്ച അദ്ദേഹത്തിന്റെ എഫേർട്ടിനെ നമ്മൾ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യണം. എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞു. ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. ഒരുപാട് മാനസികമായി ബുദ്ധിമുട്ട്. ഒരാളെയും കുറ്റം പറയാത്ത വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ അപ്പയുടെ ചികിത്സയുടെ അവസാനത്തെ 1 വർഷം മുഴുവൻ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. എത്ര വിഷമവും ഹൃദയത്തിൽ ഒതുക്കുന്ന വ്യക്തിയാണ്. അവസാനം 3-4 മാസം അപ്പയ്ക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബാംഗ്ലൂർ ആയിരുന്ന സമയത്താണ് ഒരു ദിവസം രാവിലെ ദിവസവും പത്രം വായിക്കായിരിക്കും. അപ്പയ്ക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ഇങ്ങനെ അടുത്ത് വന്നപ്പം മനോരമ പത്രത്തിന്റെ ഒരു 2 വരി ഇങ്ങനെ കൈവച്ചിങ്ങനെ വരയിട്ട് കാണിച്ചു. അത് എന്ന് പറഞ്ഞാൽ CBI അപ്പയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു. അപ്പയ്ക്കപ്പം സംസാരിക്കാൻ പാടില്ല. ഇങ്ങനെ വിരൽ വെച്ച് ഇങ്ങനെ കാണിച്ചു. രോഗാവസ്ഥയിൽ ഒരിക്കലും മറ്റൊരാളോട് ഒരു ഫീലിങ്സും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് സഹിക്കുന്ന ഒരു വ്യക്തി മരണത്തിന് ഒരു 3-4 മാസം മുമ്പ് മാനസികമായി ഒരുപാട് തളർന്നു. നാച്ചുറൽ ആണല്ലോ, 79ാമത്തെ വയസ്സിൽ തളർന്ന സമയത്ത് ഇങ്ങനൊരു വാർത്ത കണ്ടപ്പോൾ ആ മനസ്സിലെ സന്തോഷം, അതൊരിക്കലും പൂർണ്ണ ആരോഗ്യവാനായിരുന്നെങ്കിൽ അങ്ങനെ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മരിക്കുന്നതിന് 3 മാസം മുമ്പ് ഇങ്ങനെ CBI അപ്പയെ കുറ്റവിമുക്തനാക്കി എന്നുള്ള റിപ്പോർട്ട് ഇങ്ങനെ വരച്ച് ഇങ്ങനെ കാണിച്ച് ആ മനസ്സിലുണ്ടായ ആ ഒരു സന്തോഷം, ആ ഒരു സമാധാനം, അതറിഞ്ഞിട്ടാണ് എൻ്റെ അപ്പ മരിച്ചത്. ഒരിക്കലും പൂർണ്ണ കുറ്റവിമുക്തനായിട്ടാണ് മരിച്ചത്. അത് എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു സംഭവം പറഞ്ഞതേ ഉള്ളൂ. അമ്മ ഒരു വളരെ ദൈവികമായി നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അമ്മ എല്ലാവരോടും ക്ഷമിക്കും. നമ്മളെയും അത് തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ, പത്തനാപുരത്തെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, അവരെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലേക്ക് കൂടുതൽ ഇത് പല പ്രാവശ്യം മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ പറഞ്ഞു, അതിലേക്ക് കടക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ വിജയം ലഭിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഉള്ളത്. പത്തനാപുരത്തുകാർ അദ്ദേഹത്തെ ഇപ്രാവശ്യം കൂടെ നിർത്തും, ചേർത്ത് പിടിക്കും എന്നുള്ള ഉറപ്പാണ് എനിക്കുള്ളത്. എന്തോ അപ്പയ്ക്ക് ഒരുപാട് പ്രാവശ്യം അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതായിരിക്കാം ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും വളരെ ബുദ്ധിമുട്ടേറിയ ആക്രമണം ഉണ്ടായത്. പക്ഷെ പറഞ്ഞല്ലോ, ഒരിക്കലും അപ്പ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കലും എത്ര
വലിയ കാര്യമാണ്. സത്യത്തെ ഒരിക്കലും ഫുൾ ടൈം മൂടി വെക്കാൻ സാധിക്കുകയില്ല. അപ്പൊ മരിക്കുന്നതിന് മുമ്പ് 3 മാസം മുമ്പാണെങ്കിൽ തന്നെയും അപ്പ പൂർണ്ണ കുറ്റവിമുക്തനായി എന്നുള്ള റിപ്പോർട്ട് കണ്ടിട്ടാണ് അപ്പ മരിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അപ്പയുടെ ആത്മാവിന് പൂർണ്ണ ശാന്തി ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു.